ബ്രെഡ് മുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പലഹാരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇത്. അതിന് മുട്ടയും ബ്രെഡും മാത്രം മതി. നമുക്ക് എഗ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഇതിൽ കടുകൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റി കിട്ടും. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണമേ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇത്. ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നമ്മളിട്ട പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ല രീതിയിൽ ആ ഉള്ളിയുടെ വെള്ളത്തിലും ആവിയിലിരുന്ന് വേണം നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനും. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നമുക്കൊരു 2 മുട്ട എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് അടിച്ചെടുക്കണം. 2 മുട്ട ഞാൻ ഇതിലേക്ക് കോൺഫ്ലോറും കൂടെ ചേർത്താണ് അടിച്ചെടുത്തേക്കുന്നത്. 1 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കുക. ഞാനൊരു 3 മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പും ചേർത്ത് കോൺഫ്ലോറും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തേക്കുന്നതാണ്. ഇതിൽ നമ്മൾ ബ്രെഡ് മുക്കിയാണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നത്. ബട്ടറാകുമ്പോൾ നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു മുട്ടയ്ക്കകത്തൊന്ന് ഇതേ രീതിയിലൊന്ന് മുക്കി നമുക്ക് ബ്രെഡ് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. ഈ രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഞാനൊരു 4 ബ്രെഡാണ് ഈ രീതിയിൽ എടുക്കുന്നത്. 4 ബ്രെഡ് നമ്മൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മൾ കുറച്ച് മുട്ട ഇതേ രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അന്നേരം അതെല്ലാം ഒന്ന് 4 ബ്രെഡും ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പം ഇത് 4 ബ്രെഡ് 4 വരും. അത് വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ആ ഒരു മസാല നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രെഡിലൊന്ന് വെച്ച് കൊടുക്കണം. തീ നല്ല രീതിയിൽ കുറച്ച് വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അത് നല്ല കട്ടി കുറഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാനിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഓവനിലായാലും കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി മുട്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണമേ. നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഞാനൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഒന്ന് 2 ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ മുട്ടയെല്ലാം ഇതേ രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ബ്രെഡ് പിന്നെയും നമ്മൾ ആ ഒരു മുട്ടയ്ക്കകത്ത് തന്നെ ബ്രെഡ് മുക്കി ഇതേ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ അങ്ങനെ 4 ബ്രെഡും അതേപോലെ അതിൻ്റെ പുറത്തായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ മുട്ടയെ മുക്കി വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ.
നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. ദാ 4 അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പരന്ന പാനാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് മറിച്ചിടുന്നതിനായാലും ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി കുഴിയുള്ള ഒരു പാനിലാണ് എടുത്തേക്കുന്നത്, ഒരു കടായിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയുണ്ടല്ലോ, നമ്മൾ ആ ഒരു മുട്ട അടിച്ചേക്കുന്നത് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ സൈഡിലെല്ലാം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ഗ്യാപ്പിലെല്ലാം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇതേ രീതിയിലൊന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ളത്. ഇതിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ജോയിൻ്റ് ആയി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഈ ബ്രെഡിൽ നമ്മൾ മുട്ട ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കുതിർന്ന് പോകും. അതൊന്നും ഉണ്ടാകത്തില്ല, പൊട്ടിയും പോകത്തില്ല. അതിനായിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് നല്ല കുറഞ്ഞ തീയിലിട്ട് ഇതേലൊന്നും അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ ഇതേ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ്, ഇപ്പോൾ നമ്മൾ താഴത്തെ സൈഡ് നമുക്ക് ഇതേ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ സൈഡും മറു സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണമേ. അങ്ങനെ ഞാൻ അതേ സൈഡും ഇതേ വെച്ചിട്ടുണ്ട്. കരിഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു പലഹാരം ചെയ്തെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത് വെക്കുന്ന ആ ഒരു ഫില്ലിങ്സിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നമ്മളിത് മുരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് നമ്മൾ കഴിച്ചാൽ ഇത് ബ്രെഡിലുണ്ടാക്കിയാണെന്ന് പോലും പറയത്തില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ടായാലും അങ്ങനെ ആയാലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ തന്നെ ബ്രെഡ് നമ്മളൊന്ന് മുട്ട ഡിപ്പ് ചെയ്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അതുപോലെ തന്നെ പപ്സൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, പെട്ടെന്ന് തന്നെ അങ്ങനെ കഴിക്കണം തോന്നുന്നവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.